കേരളത്തിലും തിരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തണമെന്ന് ചാണ്ടി ഉമ്മൻ. ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. ഒരു നിയമസഭാ മണ്ഡലം വെച്ചാണ് ലോക്സഭാ മണ്ഡലത്തിലെ ഫലം അട്ടിമറിച്ചത്. ഭരണഘടനാ സ്ഥാപനത്തിന്റെ അന്തസ്സ് കാത്തുസൂക്ഷിക്കണമെന്നും ചാണ്ടി ഉമ്മൻ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. വാർത്താസമ്മേളനം മുഴുവൻ കേട്ടൂല്ലേ? ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. വളരെ വളരെ ഞെട്ടിപ്പിക്കുന്ന. പക്ഷേ അദ്ദേഹം പറഞ്ഞ പോലെ ഒത്തിരി സംശയങ്ങൾ ഈ ഇലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് ഒത്തിരി നാളുകളായി നമുക്കെല്ലാം ഉണ്ട്. രാഹുൽജി അതിന്റെ ക്ലാരിറ്റി ഇന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ക്ലാരിറ്റിക്ക് മുന്നിൽ ഇലക്ഷൻ കമ്മീഷൻ ഒപ്പേക്കായിട്ട് കാര്യങ്ങളെ നീക്കാൻ പാടില്ല. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പറയണം. എന്തിനാ ഭയക്കുന്നത്? CCTV പുറത്തുവിടാൻ എന്തിനാ ഭയക്കുന്നത്? അപ്പൊ എന്തോ ഒളിക്കാനുള്ളതെന്ന് തോന്നൽ ഉളവാക്കിക്കൊണ്ടാണ് ഇവിടെ ആ CCTV നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പുതിയ വോട്ടർമാർക്ക് വേണ്ടിയാണ് ഫോം 6. അതിൽ 90, 95. അതുമാത്രമല്ല 7 അടി പൊക്കത്തിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റാണ് കൊടുക്കുന്നത്. 7 അടി. ആ 7 അടി പൊക്കത്തിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് 6 മാസം എടുത്താണ് ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി കൊണ്ട് ഒരു പാർലമെന്റ് അട്ടിമറിച്ചു. അങ്ങനെ 25 പാർലമെന്റ് അടിച്ചാൽ ഒരു ഭരണം മാറത്തില്ലേ? അപ്പൊ ആ ചോദ്യത്തിനൊക്കെ മറുപടി കൊടുക്കണം. ഒപ്പം ഈ കൊടുക്ക പേപ്പർ പോലും വെരിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഡിജിറ്റൽ എവിഡൻസ് കൊടുക്കുന്നില്ല. കൊടുത്ത പേപ്പർ പോലും അത് റീഡ് ചെയ്യാൻ പറ്റാത്ത പേപ്പറായിരിക്കുന്നു. അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തൊരു ക്ലാരിറ്റി വേണം. ഇന്ന് ചില ചോദ്യങ്ങൾ ഉയരുമ്പോൾ ആ ചോദ്യത്തെ മറുപടി പറയുവാൻ ഈ ഭരണഘടനാ സ്ഥാപനത്തിന് സാധിക്കണം. രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം ഇത് മഹാദേവപുരയിൽ മാത്രമല്ല മറ്റു പലയിടത്തും നടന്നിട്ടുണ്ടെന്ന്. കേരളത്തിൽ അങ്ങനെ എന്തെങ്കിലും സംശയം ചാണ്ടി ഉമ്മന് പറയാനുണ്ട്? അല്ല, ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ കിടന്നാൽ അപ്പോൾ അതിന് വേറൊരു തലത്തിലേക്ക് വരും. പക്ഷേ എല്ലാ കാര്യങ്ങളും സുതാര്യമായിരിക്കണം. എല്ലാ കാര്യങ്ങളിലും സുതാര്യത വേണം. എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചിലരൊക്കെ സംശയിച്ചാലും തെറ്റ് പറയാൻ സാധിക്കുമോ? കേരളത്തിലോ? ഞാനതൊന്നും പറയുന്നില്ല, കൂടുതൽ പറയുന്നില്ല. പക്ഷേ കേരളത്തിൽ കൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. ഓക്കെ. എന്തായാലും ചാണ്ടി ഉമ്മൻ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം മുഴുവൻ സമയം ഇരുന്ന് കണ്ടതാണ്. അദ്ദേഹം പറയുന്നു കേരളത്തിൽ കൂടി ക്ലാരിറ്റി ഉണ്ടാവണമെന്ന്. ഡൽഹിയിൽ നിന്ന് സ്റ്റീഫൻ മാത്യുവിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.